നമ്മളുള്ളത് ആറന്മുള കാഞ്ഞിരവേലി പ്രദേശത്താണ്. ഇവിടെ ആകെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് ജനവാസ മേഖലയായിരുന്നു, ഇപ്പോഴും അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും തോന്നിക്കാത്ത രീതിയിൽ പമ്പയാറ് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഈ കാഞ്ഞിരവേലി പ്രദേശത്തുള്ളത്. നമ്മൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത് ഒരു JCBയിലാണ്. 3 കിലോമീറ്ററോളം JCBയിൽ യാത്ര ചെയ്താണ് ഈ പ്രദേശത്തേക്ക് നമ്മൾ എത്തിയത്. അത്രമാത്രം വെള്ളമാണ് ഇവിടെ. 2 ആൾ പൊക്കത്തിലൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയെന്നാണ് പറയപ്പെടുന്നത്. 2 ദിവസം മുമ്പൊക്കെ ആളുകൾ കളിച്ചു നടന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ആ സ്ഥലത്താണ് ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ ശക്തമായ വെള്ളം വരാനൊരു സാഹചര്യം ഉണ്ടായത്. ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ബോട്ടിൽ മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാരണം അത്രമാത്രം ഭീകരം ആണ് ഇവിടുത്തെ അവസ്ഥ. മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കാഞ്ഞിരവേലി ഭാഗത്തുള്ളത്. വലിയൊരു ദുരന്തം ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത്രമാത്രം ഭീകരമാണ്. ഇതൊന്നും ഒരു നദി ഒഴുകിപ്പോകുന്നതല്ല. ഇത് പമ്പാ നദി കര കവിഞ്ഞ് ഇങ്ങോട്ടേക്ക് അതിൻ്റെ പ്രളയജലം എത്തിയതാണ്. അത്രമാത്രം ഭീകരമാണ് ഈ കാഞ്ഞിരവേലി ഈ പ്രദേശത്തേക്കുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മൾ വന്ന JCB കാണാം. ഈ JCBയിലാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തിയത്. അല്ലാതെ നമുക്ക് മറ്റു വഴികളില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ ബോട്ടുകളാണ് എത്തുന്നത്. ഇവിടെയുള്ള വീട്ടുകാരെയൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ വീടുകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു ഗ്രാമമാകെ, ഈ കാഞ്ഞിരവേലി പ്രദേശമാകെ ഈ പ്രളയത്തിൽ ഒറ്റപ്പെട്ട് വെള്ളം കയറി ആകെ ദുരിതത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിനോടകം ഈ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന ആളുകളെ മാറ്റാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തോതിലുള്ളൊരു പ്രയത്നം ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രദേശവാസിയായ നമ്മുടെ JCB കൊണ്ടുവന്ന ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ ടാസ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വഴിയെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. വള്ളത്തെ പോലും വരാൻ പറ്റത്തുള്ളൂ. അതായത് വണ്ടിയെല്ലാം 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കറങ്ങി വേണം വരാൻ തന്നെ. വന്നാൽ തന്നെ വെള്ളത്തിൽ തന്നെ 5 കരുത്തറ്റം വെള്ളത്തോളം ഉണ്ട്. കണ്ട നദിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് വെള്ളം പ്രളയജലമാണ്. 2018 ശേഷം പിന്നെ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. 2018 ഉണ്ടായിട്ടില്ല, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. വലിയ ദുരിതം. അതെ, 17 കുടുംബങ്ങളോളം വെള്ളത്തിൽ നിൽക്കുകയാണ്. അവർ ഇന്നലെ മുതൽ ബുദ്ധിമുട്ടായിരുന്നു. സാഹചര്യം ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് സർക്കാരിന്റെ ബോട്ട് വന്നിട്ട് ഇപ്പോൾ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഇറങ്ങും വെള്ളം ഇറങ്ങാനെ കൊണ്ട് ആറ്റിൽ പോയി പിന്നെ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞു, ഡാം തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വെള്ളം വീണ്ടും ഇവിടെ ഉയരാനാണ് സാധ്യത കൂടുതലുള്ളത്. എന്തായാലും മൂഴിയാർ ഡാം ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിൽ മഴ വനമേഖലയിൽ ഉൾപ്പെടെ പെയ്യുന്നുമുണ്ട്. റാന്നിയിൽ ഉൾപ്പെടെയുള്ള വെള്ളം അത് ഇങ്ങോട്ടേക്ക് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തണം. അപ്പോൾ ഇനിയും വെള്ളം ഉയരുമെന്നാണ് പറയുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ചില ആളുകളൊക്കെ വീട്ടിൽ തന്നെ തുടർന്ന് കാണാം. അവരോടൊക്കെ തന്നെ സർക്കാർ ഇതിനോടകം ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആകെ പ്രളയ ഭീതിയിൽ ആശങ്കയിൽ തുടരുകയാണ് ആറന്മുള. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.